الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقل رب زدني علما ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അറിവിനെ സംബന്ധിച്ച് അത് നേടുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏതാനും ചില കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായത്. അറിവ് നേടാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ സംബന്ധിച്ച് ആ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് മനുഷ്യരായ നമുക്ക് മാത്രമാണ് എന്നും മറ്റു ജീവികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് മാത്രമേ ഉള്ളൂ എന്നും, എന്നാൽ നമുക്ക് തന്നിട്ടുള്ള ആ ബുദ്ധി എന്ന് പറയുന്ന ആ മഹാ അത്ഭുതവും അനുഗ്രഹവുമായ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ
പലവിധത്തിലുള്ള പുരോഗതികൾ നേടിയാണ് ഇന്ന് വരെ മനുഷ്യർ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇപ്പോൾ എട്ടുകാലി വലയുണ്ടാക്കുന്നു, വീടുണ്ടാക്കുന്നു, എട്ടുകാലി വീട്. വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്. ദുനിയാവിലെ ഏറ്റവും ദുർബലമായ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹു പറയുന്നത് എട്ടുകാലിയുടെ വീടെന്നാണ്. ആ എട്ടുകാലി വീട് നെയ്യുന്നത്, വല നെയ്യുന്നത് നമുക്കൊക്കെ നമ്മൾ കാണുന്നവരാണ് അല്ലേ? അതിനപ്പുറം അതിന് വേറൊന്നും നിർവഹിക്കാൻ പറ്റത്തില്ല. ഇന്നലെയുള്ള രീതിയും ഇന്നിൻ്റെ രീതിയും നാളെയുടെ രീതിയും എല്ലാം ഒരുപോലെയായി. ഇതുപോലെയാണ് മറ്റു ജീവികളും. തേനീച്ച കൂടുണ്ടാക്കുന്നതും അതിൻ്റെ ആ പ്രത്യേകമായ രീതിയിലുള്ള ആ കൂട് അത് തന്നെയായിരിക്കും ഇനിയും മുന്നോട്ടുള്ള അതിൻ്റെ ജീവിതത്തിൽ. തേനീച്ച കൂടുണ്ടാക്കുന്നത് മാറ്റമുണ്ടാവുകയില്ല. അതേപോലെ തന്നെ മറ്റു മൃഗങ്ങളാവട്ടെ, ഏതേതു ജീവജാലങ്ങളുമാവട്ടെ, ഒരു കുരുവി കൂട് ഉണ്ടാക്കുന്നത് പോലും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന്. എന്നാൽ മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിന് അറിവ് നേടണം. ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ അത് മരവിച്ചു പോകും. അതുണ്ടാകാൻ പാടില്ല, അത് സംഭവിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി ഉപയോഗിക്കാത്തവരെ ഉപമിച്ചത് മൃഗത്തോടാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. വലഖദ് ദറഅനാ, സൂറത്തുൽ അഅറാഫിലെ 179-ാമത്തെ ആയത്ത് നമ്മൾ കേട്ടു. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അള്ളാഹു പറയുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം കണക്കിന് ആളുകളെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ലിജഹന്നമ, നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ, ഹൃദയമുണ്ട്, ചിന്തിക്കുകയില്ല. കാതുകളുണ്ട്, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. കണ്ണുകളുണ്ട്, കാണേണ്ടത് കാണുകയില്ല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. നിർത്തിയില്ല അല്ലാഹു. ബൽ ഹും അളൽ, അതിനേക്കാൾ മോശമാണ്. എന്താ മൃഗങ്ങളുടെ പ്രത്യേകത? മൃഗത്തിന് കണ്ണുണ്ട്, മൃഗത്തിന് കാതുണ്ട്, എന്നിട്ട് വല്ല മാറ്റവും ഉണ്ടോ അതിന്? ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഹൃദയമുണ്ട് മൃഗത്തിന്, പക്ഷേ അതിനൊരു മാറ്റവും ഇല്ല. ജീവിതത്തിൽ അതിൻ്റെ മാറ്റവും ഇല്ല. അത് ഇപ്പോൾ പോത്താണെങ്കിലും നടക്കുന്ന വഴിയിൽ അതിന് കാഷ്ടിക്കാൻ തോന്നിയാൽ അത് അവിടെ കാഷ്ടിക്കും. അതിന് ഇവിടെ ഇത് പിന്നെ ആളുകൾ നടക്കുന്ന വഴിയാണെന്നോ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നോ മൃഗത്തിന് അറിയുകയില്ല. അതേപോലെ തന്നെ അതിന് കാമം വിചാരം തോന്നുമ്പോൾ അതങ്ങ് അടുത്ത മൃഗത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. അവിടെ ആളുകളുണ്ട്, നാണമുണ്ട്, ലജ്ജയും അങ്ങനെ ഒന്നും അതിനില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി, അതിനുള്ള ശക്തി ആ മൃഗങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇതുപോലെ മനുഷ്യരായാലോ, മനുഷ്യന് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത്. അതാണ് മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ വേർതിരിക്കുന്നത് ഈ കാര്യമാണ്, ഈ ഒരു കഴിവാണ്. ആ ഒരു കഴിവ് മനുഷ്യൻ എന്നും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അറിവുകൾ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു ലോകത്താണ്, ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അല്ലേ? ഏത് തരത്തിലുള്ള അറിവും പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വിധത്തിലുള്ള വളരെ ശാസ്ത്ര സാങ്കേതികമായ ലോകത്താണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ
ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള അറിവുകളാണ്, ഏത് തരത്തിലുള്ള അറിവുകൾ, എന്ത് അറിവ് വേണം? നമ്മളൊന്നൊരു ബട്ടണമർത്തിയാൽ മതി, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പലതും നമുക്ക് നമ്മുടെലേക്ക് വിജ്ഞാനത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുകയാണ്. ആ കാലമാണിത്. മുൻഗാമികളായ ആളുകൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം നമ്മൾ പുരോഗമിച്ചു കഴിഞ്ഞു. ഇപ്പം മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തമൊക്കെ വലിയ വലിയ വിപ്ലവമാണ് ലോകത്ത് സൃഷ്ടിച്ചത്. മൊബൈൽ ഫോണിന്റെ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്ത് എവിടെയുള്ള ആളെയും നമുക്ക് കണ്ട് സംസാരിക്കാം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വന്ന് പോയ അല്ലേ, കടല് താണ്ടി ഈ മരത്തിലും ഒക്കെയായിരുന്നു അവരുടെ ഗൾഫ് യാത്രകൾ. അങ്ങനെ പോകും, വേറെ പിന്നെ പോയി, പിന്നെ തിരിച്ചു വന്നാൽ കണ്ടു, അത്രയേ ഉള്ളൂ. വേറെ ഒരു വിവരം അറിയാനുള്ള ഒരവസ്ഥയും അന്നുണ്ടായിരുന്നില്ല. പിന്നീട് വന്നു ലെറ്റർ എഴുതുന്ന, കത്തെഴുതുന്ന അവസ്ഥയിലേക്കൊക്കെ പുരോഗമിച്ചു. അപ്പൊ കത്ത് വരാൻ കാത്തിരിക്കും. ഇന്നിപ്പോ അങ്ങനെയാണോ? ആരെങ്കിലും അങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ? തോന്നിയാൽ അങ്ങ് മിസ് കോൾ വിടുകയാണ്, അല്ലെങ്കിൽ വിളിക്കുകയാണ്, നേരിട്ട് വിളിക്കുകയാണ്. അതും പറ്റിയില്ലെങ്കിലും പിന്നെ വീഡിയോ കോൾ വഴി വിളിക്കുകയാണ്. എന്തെല്ലാം സംവിധാനം! ഈ ഒരു മാറ്റം, ആ ഒരു മാറ്റം ഉള്ള ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അറിവിന്റെ ഒരു വലിയ ഒരു സാഗരം, ആ ഒരു സാഗരത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ്? അവിടെയാണ് മൃഗവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വല്ലതും ഉണ്ടാകുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ? അതോ അള്ളാഹ് പറഞ്ഞ കൂട്ടരിലാണോ നമ്മളുള്ളത്? ആ വിധത്തിൽ നമ്മൾ ഉലൈക കൽ അൻആം, അവർ ഉപയോഗിക്കാത്ത, ചിന്തിക്കാത്ത, പഠിക്കാത്ത ആളുകളാണോ നമ്മൾ എങ്കിൽ അള്ളാഹ് പറഞ്ഞ ഈ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വായിക്കാനും പഠിക്കാനും അല്ലേ നമുക്ക് സാധിക്കണം. ഈ വേദഗ്രന്ഥം വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരേ ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ് നമ്മൾ. ലോകത്ത് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ, നീ വായിക്കൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഉമ്മിയായിരുന്നു, നിരക്ഷരനായ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, വായിക്കൂ. അത് ലോകത്തോടുള്ള കൽപ്പനയായിരുന്നു, അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യനെ അലക്കിൽ നിന്ന്. എന്താണ് അലക്ക്? അട്ട പോലെ വളഞ്ഞ് ഇരിക്കുന്ന, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ജീവി, അതാണ് അലക്ക്. ആ അലക്കിനെ സംബന്ധിച്ച് അന്ന് ഉള്ള അറബികൾക്ക് എന്തറിയാം? പക്ഷെ പിന്നീട് പലരെയും മാറ്റി ചിന്തിപ്പിച്ചത് ഖുർആനിന്റെ ഈ പ്രയോഗമാണ്. അലക്കിനെ സംബന്ധിച്ച് പലരും പഠിച്ചു. ആ പഠനം അവരെ പിന്നീട് നയിച്ചത് ഇസ്ലാമിലേക്കാണ്. ഈ അലക്കിനെ കുറിച്ചുള്ള പഠനം. അന്ന് എന്തു ഇരിക്കുന്നു? വലിയ സ്കാനിങ് മെഷീൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇങ്ങനെ അട്ട പോലെ വളഞ്ഞ് മാതാവിൻ്റെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു അലക്ക് എന്ന് പറയുന്ന മഹാ അത്ഭുതം, അതിൽ നിന്നെല്ലാണല്ലോ നമ്മളൊക്കെ ഉണ്ടായത്. നമ്മളെല്ലാം സൃഷ്ടിച്ചത് അതിൽ നിന്നാണല്ലോ. നമ്മളെല്ലാം ജനിച്ചത് അങ്ങനെയാണല്ലോ.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അലക്കിനെ സംബന്ധിച്ച് വായിക്കാൻ പറഞ്ഞിട്ട് അലക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേവലമായ ഒരു പഠനം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമില്ല. കൃത്യമായ പഠനം നമ്മിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ? വഫി അൻഫുസികും, നിങ്ങളുടെ നഫ്സിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരത്തിൽ, നമ്മുടെ ഓരോ ശരീരത്തിലും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? എന്തെല്ലാം അത്ഭുതം! ആ ഒരു കാര്യത്തെ തന്നെ, നമ്മെ തന്നെ ഒന്ന് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ഈ ഒരായുസല്ല, അടുത്ത ആയുസുമല്ല, ഒരു 100 ആയുസിൻ്റെ കയ്യില്ല. നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയ അപ്പോഴെന്താണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ എന്താ? അള്ളാഹിനെ കാണുന്നില്ല. ഈ ആളുകൾ, ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ പറയുന്നത് എന്താണ്? അള്ളാഹു ഇല്ല. എന്താ കാരണം? അവർക്ക് അള്ളാഹിനെ കാണാൻ കഴിയുന്നില്ല. ഈ പറയുന്നവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഭൂമി വിട്ട് എവിടെ വരെ പോയിട്ടുണ്ട്? അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? എത്രയോ കോടാന കോടി സൃഷ്ടികൾ, ഗോളങ്ങൾ, ഭൂമിയെ പോലെ അനേകായിരം നക്ഷത്ര സമൂഹങ്ങൾ, കോടിക്കണക്കായ ഗാലക്സികൾ, എത്ര നക്ഷത്രങ്ങൾ, എത്രയായിരം കോടികൾ. ഇതിലേക്ക് മനുഷ്യൻ പോയിട്ട് വരാൻ പറ്റുമോ? ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അത് എന്തായി പോവും? വ്യാഴത്തിലേക്കൊക്കെ ചെന്നാൽ എന്താവും? മനുഷ്യൻ ഓരോ പീസായിട്ട് തെറിച്ചു പോകുമെന്ന് അങ്ങോട്ടൊക്കെ ചെന്നാൽ എന്നാ പഠനം പറയുന്നു. മനുഷ്യൻ പീസായിട്ട് ഇത് പൊട്ടിത്തെറിച്ചു പോകും. അങ്ങത്ര ശക്തിയാണ്. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ അള്ളാഹിനെ ഇതിലേതെങ്കിലും എവിടെയെങ്കിലും അള്ളാഹുവിനെ ഇവൻ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ ഇവനെന്താ തെളിവ്? അപ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെക്കുറിച്ചും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ഓരോ പ്രത്യേകമായ ഈ +1 +2 ഒക്കെ ആവുമ്പോൾ അവൻ ഏതോ ഒരു വിഷയം പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ആ വിഷയം പഠിക്കാറുണ്ട്. പല വിധത്തിലുള്ള വിഷയങ്ങളുണ്ട്. സയൻസ് ഗ്രൂപ്പും അതുപോലുള്ള ഓരോ ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നു. എല്ലാം പഠിക്കട്ടെ, നമ്മുടെ മക്കൾ പഠിക്കണം. പഠനത്തിൽ അവർ ഉയർന്നു വരണം, പഠിപ്പിക്കണം. എത്രമാത്രം നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ പഠിപ്പിക്കണം, വിട്ടു പഠിപ്പിക്കണം. അവർ പഠിക്കട്ടെ, പഠിച്ച് മിടുക്കന്മാരാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് അതിനുള്ള കഴിവ് നൽകുമാറാവട്ടെ. എല്ലാ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം നമ്മുടെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നു. അങ്ങനെ പഠനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ അഫലാ തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ അഫലാ തദബ്ബറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അവർ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അറബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒട്ടകം, അവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഒട്ടകം മഹാത്ഭുത സൃഷ്ടിയാണ്. മരുഭൂമിയിലെ വാഹനം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തെ സംബന്ധിച്ച് അല്ലാഹു പ്രത്യേകം അവരോട് എടുത്തു പറയുകയാണ്. ഒട്ടകത്തിന് കുറെ സവിശേഷതകളുണ്ട്. മരുഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഒട്ടകമല്ലാതെ മറ്റു ജീവികളൊക്കെ ചത്തുപോകും. ഒട്ടകത്തിന് മാത്രമേ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതലും. അതിനുള്ള ആ രീതിയിലുള്ള സൃഷ്ടിപ്പാണ് ഒട്ടകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്.
അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അതിന് വെള്ളം ശേഖരിക്കാൻ, ഇവിടുന്ന് കുടിച്ച് വെള്ളമുള്ള സ്ഥലത്തു നിന്ന് അത് ശേഖരിക്കും. പിന്നെ കുറേ ദിവസങ്ങളോളം അതിന് വെള്ളമില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശേഖരം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മരുഭൂമിയാണ്, കാറ്റ് മരുക്കാറ്റുണ്ടാകും. അപ്പോൾ അതിന് അള്ളാഹു വൈപ്പർ പോലെ ഇങ്ങനെ ഒരു തരം ദ്രാവകം അതിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ആ പൊടി എങ്ങനെ ആ ദ്രാവകത്തിലൂടെ മാറിപ്പോകും, വൈപ്പർ കണക്കിന്. അതേപോലെ ഒട്ടകത്തിൻ്റെ കാല് ഭൂമിയിലേക്ക്, മണലാരണ്യമാണല്ലോ, കാല് ഭൂമിയിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ ഒരു ലാട കണക്കിന് അതിൻ്റെ കാലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുത്തിരിക്കും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഈ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, ചിന്തിക്കൂ, നോക്കൂ. ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ ഈ പഠനങ്ങളെല്ലാം നമ്മളെ അഹങ്കാരികളാക്കി മാറ്റാൻ പാടില്ല. നമ്മളെ അള്ളാഹുവിൽ നിന്ന് അകന്നവരാക്കി മാറ്റാൻ പാടില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പഠിക്കാനുള്ള എല്ലാവിധ കോളേജുകളും, അറിയപ്പെടുന്ന കോളേജ് ക്യാമ്പസുകൾ, ഏക്കർ കണക്കിന് ഉള്ള ക്യാമ്പസുകളൊക്കെ ഉള്ള വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ. പക്ഷേ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എന്താണ്? അവരെങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ തലമുറയുടെ വിദ്യാഭ്യാസം. അവർ പോകുന്നതും വരുന്നതും പഠിക്കാൻ പോകുന്നതും ഒക്കെ എന്താണ്? ലക്ഷ്യമില്ല. കുറേ കോഴ്സുകൾ ഇങ്ങനെ പഠിക്കുന്നു, കുറേ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, പക്ഷെ വല്ല പ്രയോജനമുണ്ടോ? അവരുടെ എന്തെങ്കിലും പഠിച്ച് കുറച്ച് നമ്മുടെ ബാപ്പമാര് എന്നുള്ള നിലയിൽ നമുക്കും അവനെങ്ങനെയെങ്കിലും ജീവിച്ചാ പോട്ടെ, അവനെങ്ങനെയെങ്കിലും പോട്ടെ, പഠിച്ചാൽ മതി. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പഠിച്ചാൽ മതി, വേറെ എന്തെങ്കിലും കൂട്ടുകെട്ടോ അങ്ങനെയോ ഇങ്ങനെ എന്തെങ്കിലും ആട്ടോ, അവൻ പഠിച്ചാൽ മതി എന്നുള്ള ഇത്. അത് വെറും പഠിത്തം മാത്രം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ശമ്പളംകാരനായിട്ട് മാറണം, ഇതൊക്കെയായിട്ട് ചുരുങ്ങിപ്പോയി നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണ് ഈ പറഞ്ഞത്. അങ്ങനെയാണോ വിദ്യാഭ്യാസം? യഥാർത്ഥ മനുഷ്യരായിട്ട് ഈ തലമുറയിൽ നമുക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? ഇവരൊക്കെ നാളെ പഠിച്ചു വളർന്ന് വലുതായി വന്നാൽ എന്താകും ഈ നാടിൻ്റെ അവസ്ഥ? എന്താവും ഇവരുടെ അവസ്ഥ? വല്ല മുതിർന്നവരെ ബഹുമാനമുണ്ടോ? ചെറിയവരോട് കരുണയുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ? ബസ്സിൽ പോയാലും നമ്മളൊന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കോളേജ് വിടുന്ന നേരമാണെങ്കിൽ എന്താണ് പിള്ളേരുടെ മേളം ബസ്സിനകത്ത് കിടന്നുകൊണ്ട്? നമ്മളൊക്കെ അനുഭവിക്കുന്നവരല്ലേ. നമ്മൾ പിന്നെ കുറേ ഒതുങ്ങി കൊടുക്കുകയാണ്, നമ്മൾ ഒതുങ്ങി മാറുകയാണ്. ഇതാണ് അവസ്ഥ. ഒരു ബഹുമാനവുമില്ല. അപ്പൊ ഇത് കേവലമായ ഭൗതികപരമായ ഒരു പഠനം എന്നുള്ള നിലയിൽ അപ്പുറം എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശം? ആ ഉദ്ദേശത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം കടന്നു വരുന്നില്ല എന്നുള്ളത്. ഒരു പ്രതീക്ഷയുമില്ല. ഇങ്ങനെ ജീവിക്കുന്നു അവർക്ക് പിന്നെ വേറെ ഒരു ബാധ്യതയോ ഉത്തരവാദിത്വം ഒന്നുമില്ല. ഉമ്മയോടോ വാപ്പയോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഒന്നും ഒരു ബാധ്യതയോ ഒന്നും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റണം, യഥാർത്ഥ മനുഷ്യനായിട്ട് മാറണം. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല. ഇസ്ലാം ഈ വിദ്യാഭ്യാസത്തെ രണ്ടായി കാണുന്നില്ല. ഈ മതപഠനം, ദീനി പഠനവും ഭൗതിക പഠനവും ഒന്ന് വേറെ, ദീനി പഠനം ഒന്ന് വേറെ. എല്ലാം ഇസ്ലാം പറഞ്ഞത് ഇൽമാണ്, വിജ്ഞാനം. ആ വിജ്ഞാനം എത്തേണ്ടത് അള്ളാഹുലേക്കായിരിക്കണം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പഠിക്കണം, വായിക്കണം.
അങ്ങനെയാണോ നമ്മുടെ മക്കൾ പഠിക്കുന്നത്? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ മക്കൾ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് അവസാനിക്കുന്നു. ആ മദ്രസ പോലും കൃത്യമായ രീതിയിലുള്ള പഠനമല്ല നടക്കുന്നത്. വേണ്ട സമയം അവർക്ക് ലഭിക്കുന്നുമില്ല. എല്ലാം പിന്നെ ട്യൂഷനും ഒക്കെ ആയിട്ട് പോവുകയാണ്. മദ്രസ എന്താ മദ്രസ വരാത്തത്? കുട്ടിയെ മദ്രസയെ കണ്ടില്ലല്ലോ. ഉസ്താദെ അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു, ട്യൂഷന് പോകുന്നു, അങ്ങനെ പോവുകയാണ്. ഈ മക്കൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക? നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടണ്ടേ? ഈ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടണ്ടേ? ഈ മക്കൾ നമുക്ക് വേണ്ടി നാളെ പ്രാർത്ഥിക്കുമോ? നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ മക്കൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാകുമോ? എന്താ ഉറപ്പ് നമുക്ക്? ഇദാ മാതൽ ഇൻസാനു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതാ അമലുഹു, അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, മൂന്നെണ്ണം ഒഴികെ. സദഖത്തുൻ ജാരിയ, ഒന്ന് സ്വതക്കകൾ, നാം ചെയ്ത സ്വതക്ക, ജാരിയായ സ്വതക്ക, നിലനിൽക്കുന്ന ദാനധർമ്മം. ആ ധർമ്മം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ വിഹിതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഓഹരി വീഴ്ച. നാം ഒരു കിണർ, പൊതുവായ ആവശ്യത്തിന് വേണ്ടി നാം ഒരു കിണർ കുത്തിക്കൊടുത്തു, കിണർ കെട്ടിക്കൊടുത്തു എങ്കിൽ ആ പൊതുജന അത് നിലനിൽക്കുന്ന കാലത്തോളം നാം മരിച്ചുപോയാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഖബറിൽ ലഭിക്കും. അതിന്റെ ഗുണം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഖബറിൽ. അങ്ങനെ നാം ചെയ്യുന്ന പൊതുജന നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന ഈ പള്ളി സദഖത്തുൻ ജാരിയ, നമ്മൾ ചെയ്യുന്ന ഓരോ സംഭാവനകളും ഓരോ സ്വതക്കകളും നാളെ പരലോകത്ത് നമുക്ക് പ്രയോജനപ്പെടും. നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വേറെ ഒന്നും കിട്ടുകയില്ല, വേറൊരു വഴിയുമില്ല. അതേപോലെ തന്നെ പറഞ്ഞതാണ് വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, വിജ്ഞാനപ്രദമായ ഉപകരിക്കുന്ന അറിവുകൾ. ഞാനൊരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യ, മക്കളാണെങ്കിൽ മക്കൾ, എൻ്റെ അയൽവാസികളാണെങ്കിൽ അയൽവാസികൾ, ഞാൻ ബന്ധപ്പെടുന്ന ആളുകൾ, അവരൊക്കെ ഞാൻ പറഞ്ഞത് കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ അതിൻ്റെ പേരിൽ എനിക്ക് നാളെ പരലോകത്ത് എൻ്റെ ഖബറിൽ എനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. പിന്നെ പറഞ്ഞതാണ് എന്താണ്? വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അങ്ങനെയുള്ള മക്കളാണോ നമ്മൾ? മക്കളെ കുറിച്ച് വലിയ വലിപ്പം പറയാറുണ്ട്. അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സൂർത്തുമുൽ മഖാബിർ, അല്ലേ? പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഖുർആൻ പറഞ്ഞതാണ്. എന്താണ്? ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മക്കളെ കൊണ്ടും സമ്പത്തിനെ കൊണ്ടും പെരുപ്പം കാണിക്കുക, വലിപ്പം കാണിക്കുക. എൻ്റെ മകൻ ഒരാൾ ഇന്ന സ്ഥലത്താണ്, എൻ്റെ മകൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ പെരുപ്പം കാണിക്കുന്നു. നീ മരിച്ചാൽ നിനക്ക് ഉപകാരപ്പെടുന്ന മക്കളാണോ അവർ? നിനക്ക് വേണ്ടി നിന്നെ ഓർത്തുകൊണ്ട് എവിടെയായിരുന്നാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണോ അവർ? നമ്മൾ ചിന്തിക്കണം. ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണം. നാം മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പണം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്നവരാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പണം ചെലവഴിക്കുന്ന നമുക്ക് ഈ മക്കൾ, എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ അവരെ എന്താണ് ചെയ്യുന്നത്? ഈ മക്കൾ വളർന്ന് വരുമ്പോൾ തനിക്കൊരു താങ്ങും തണലുമായി വർത്തിക്കണം.
എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വരുന്നവരാവണം നമ്മുടെ മക്കൾ. പക്ഷേ നമ്മൾ വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം, അറിവ് അവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ അറിവ് നേടിയവരുടെ സ്വഭാവം ഖുർആൻ പറയുന്നത് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. യഥാർത്ഥ അറിവ് നേടുന്ന ആളുകൾ അവരെങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ സ്വഭാവം? അവർ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിശാവേളയിൽ ഉളുവെടുത്ത് നിൽക്കുന്ന രൂപത്തിലായിരിക്കും അവർ, നമസ്കാരത്തിലായിരിക്കും, കൈകെട്ടി നിസ്കാരത്തിലായിരിക്കും അവർ. അതേപോലെ അവർ സുജൂദിലായിരിക്കും. അവർ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി, പരലോകത്തെ കുറിച്ച് ഉള്ള ജാഗ്രതയും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയുമാണ് അവരെ അതിന് നയിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അപ്പൊ അറിവുള്ളവർ എന്താ ചെയ്യുന്നത്? ഈ അറിവുകളെല്ലാം യഥാർത്ഥത്തിൽ സൃഷ്ടാവിലേക്കുള്ള കടന്നുവരവിലേക്കായിരിക്കണം, യഥാർത്ഥ സൃഷ്ടാവിലേക്കായിരിക്കണം. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതില, ഈ പഠിക്കുന്നവൻ, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പഠനങ്ങളിൽ ഏർപ്പെടുന്നവൻ, അവസാനം അവന്റെ നാവിൻ തുമ്പിൽ നിന്നും വരേണ്ട പദം, വാക്യം റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, സുബ്ഹാനക റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, അതുകൊണ്ട് എന്നെ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം കടന്നു വരേണ്ടത്. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് കേവലമായ ഭൗതികപരമായ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കരുത്. പഠിച്ചോ, ഇഷ്ടം പോലെ പഠിച്ചോ, ഇസ്ലാം ആരെയും വിലക്കുന്നില്ല, ഇഷ്ടം പോലെ പഠിച്ചോ. പക്ഷേ ആ പഠനം ചെന്ന് നിൽക്കേണ്ടത് നിന്റെ സൃഷ്ടാവിലേക്കായിരിക്കണം. സൃഷ്ടാവിനെ നിഷേധിക്കുന്ന രീതിയിലേക്കാകാൻ പാടില്ല, സൃഷ്ടാവിനെ മറന്നു പോകാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ സമൂഹം സൃഷ്ടാവിനെ പാടെ മറക്കുകയാണ്, വിസ്മരിക്കുകയാണ്. അവരുടെ വാക്കുകൾ പിന്നെ മാറിപ്പോവുകയാണ്, അല്ലാഹ് ഇല്ലാത്ത രീതിയിലേക്കാണ്. അത് പഠിക്കുന്നത് എന്താണ്? പരിണാമ സിദ്ധാന്തം. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മനുഷ്യൻ കുരങ്ങിൽ പാഠമൊന്നേ, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അല്ലാഹ് പറഞ്ഞ നമ്മൾ പഠിച്ച വിപരീതം അവിടെ പഠിപ്പിക്കുന്നതാണ്. എന്തെല്ലാം അറിവുകളാണ് ഇന്ന് ലോകത്തുള്ളത്, പലതരത്തിലുള്ള അറിവുകളാണ് ഇന്ന് ലോകത്ത്. ആത്മഹത്യ ചെയ്യാൻ പഠിപ്പിക്കുന്ന അറിവുകളുണ്ട്, എങ്ങനെ സുന്ദരമായിട്ട് ആത്മഹത്യ ചെയ്യാം, അതും അറിവാണല്ലോ, ഇഷ്ടംപോലെ അറിവ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, അല്ലാഹുവേ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കുറെ അറിവ് നേടിയിട്ട് കാര്യമില്ല, അത് നമുക്ക് ഉപകാരപ്പെടണം. നമ്മുടെ ഇന്നത്തെ ലോകം കൂടുതലും ഉപയോഗിക്കുന്നത് നമുക്ക് ഉപദ്രവമായി മാറുന്ന അറിവാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സമൂഹം തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ടതാണ് ബ്ലൂ വൈൽ എന്നും പറഞ്ഞിട്ട് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു ആപ്പുണ്ട്. ആത്മഹത്യ ചെയ്യാൻ, എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ, അതിനകത്ത് കയറിയിട്ടാണ് ഈ കുട്ടികൾ ഓരോ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലുള്ള അറിവുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, എനിക്ക് ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, രക്ഷ തേടുന്നു. വഖൽബിൻ ലാ യഖ്ശ വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത ഹൃദയം, അല്ലാഹുവിനെ പേടിയില്ല. ഒരു ഹൃദയമുണ്ട്, പക്ഷെ അല്ലാഹുവിനെ പേടിയില്ല. അങ്ങനെ ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയും
അതേപോലെ തന്നെ അമല് കൊണ്ട് വെറും അമലായി പോകാൻ പാടില്ല, വെറും അമലായി പോകാൻ പാടില്ല. ഏത് അമലുകളും അത് പഠിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. അല്ലെങ്കിൽ ആ അമല് കൊണ്ട് ഒരു ഗുണവുമില്ല. കുറേ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വീട്ടിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പ്രവർത്തിച്ചില്ലെങ്കിലോ വല്ല പ്രയോജനവും ഉണ്ടോ? എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് അമല് ചെയ്യണം, എങ്കിലേ ആ അറിവ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഉപകാരപ്പെടുന്ന അറിവ് പടച്ചവനെ എനിക്ക് നൽകണേ എന്ന് പറയുന്നു. ഖുർആനിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് വർദ്ധിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ചത്, വഖുർ റബ്ബി സിദ്നി ഇൽമ. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആ ഇൽമ് കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ തേടണം. കുറേ ആഴ്ചകൾ ആനുകാലിക വിഷയങ്ങളെ ആസ്വദിച്ചുകൊണ്ടുള്ള പിന്നെ ഓരോ ആഴ്ച പതിപ്പുകൾ, വിചിന്തനം പോലുള്ളത്. ഈ പ്രാവശ്യത്തെ വിചിന്തനത്തിലും അറിവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും അറിവിനെ സംബന്ധിച്ച്. ഇപ്പം അധ്യാപകർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്, പഠിപ്പിക്കുന്നവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ് ഈ പ്രാവശ്യത്തെ വിചിന്തനത്തിലുള്ളത്. നമ്മൾ പക്ഷെ മേടിച്ച് വായിക്കുവോ? ഇല്ല. അത് കിട്ടിയ ആൾ വീട്ടിൽ കൊണ്ട് വെക്കും, തന്നതല്ലേ മേടിക്കൂ. മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കും, വായിക്കുവോ? വായിക്കില്ല. അപ്പം അത് ഒരു മുസ്ലിമിൻ്റെ ലക്ഷണമേ അല്ല. അപ്പം അതുകൊണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, വിജ്ഞാനത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് അവന് സ്വർഗത്തിലേക്കുള്ള പാതയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ച് ഒരു മാർഗത്തിൽ, ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് അതുമൂലം സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ പറയുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെങ്കിലും മൻ സലക ത്വരീഖൻ, ആരെങ്കിലും യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ചുകൊണ്ട്, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട്, അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ, ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക, പഠനം തുടങ്ങുക, പഠനം നിർത്താൻ പാടില്ല. മരണം വരെയും നമ്മൾ പഠിക്കണം. മരണം വരെയും നമ്മൾ പഠിതാവായിരിക്കണം, വിദ്യാർത്ഥിയായിരിക്കണം. മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്തെല്ലാം പഠിക്കാനുണ്ട്, എന്തെല്ലാം ദുനിയാവിൽ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും അധികം നമ്മൾ പഠിക്കേണ്ടത് ശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. ഇപ്പം ഈ വഖഫ് സംബന്ധമായ വിഷയങ്ങളും ഒക്കെ അല്ലേ, മുനമ്പത്ത് വഖഫ് വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ, കത്തിച്ച് വിടാൻ ആൾക്കാരുമുണ്ട്. അതൊരു സമൂഹത്തെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു വഴി എന്താണ് എന്നാണ് വേറൊരു വിഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ കൂട്ടരെയും തമ്മിൽ എങ്ങനെ അടുപ്പിക്കാം, എന്നിട്ട് നടുക്ക് വന്ന് നിന്നിട്ട് മറ്റവരെ എരിവേറ്റി കൊടുക്കുകയാണ്. അങ്ങനെ എന്താണ് വഖഫിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട്, അത് ഒരു പരിശുദ്ധമായ സ്വത്താണ്, കൃത്യമായ രീതിയിൽ കൊടുക്കുന്നതാണത്. ഒരു ശുദ്ധമായ ദാനമാണ്, ഒരു ശുദ്ധമായ ദാനം. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു ഹറാമും അതിൽ കലരാൻ പാടില്ല. അങ്ങനെയുള്ള സ്വത്തായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഉള്ള ആളുകൾക്ക്, പണ്ട് ഈ സ്ഥലത്തിനൊന്നും വിലയില്ലാത്ത കാലമാണല്ലോ അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 100 ഏക്കർ 400 ഏക്കർ എന്നൊക്കെ കേട്ടാൽ നമുക്ക് വലിയ എന്തോ ഒരു ഇത് വരും തോന്നും. പക്ഷെ അന്ന് 400 ഏക്കർ എന്നല്ല, എത്ര ഏക്കറിനും അന്ന് വിലയില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വിലയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ 20,000 രൂപയ്ക്ക് സെന്റിന് 20,000 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടെ മുതലെടുപ്പ് നടത്താൻ, സമൂഹത്തെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം
ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? എന്താണ് വഖഫ് എന്ന് അറിയണ്ടേ? അപ്പം അതിന് നമ്മൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം, സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ പഠിക്കണം. ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൃഗപരമായ ജീവിതമായിട്ട് പോകും. ഖുർആൻ പറഞ്ഞ ആ ഗണത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇൽമ് തേടുന്ന, ഇൽമ് ആർജിക്കുന്ന, ഇൽമിനെ തേടിയിറങ്ങുന്ന, പണ്ട് ഒരു ഹദീസ് നമ്മൾ കേൾക്കുമായിരുന്നല്ലോ, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിദ്യ തേടുക. അത് ഹദീസ് ഇത് മഷ്ഹൂറാണ്, പക്ഷേ ലഈഫ്, ഇസ്നാദുഹു ലഈഫുൻ എന്ന് പറഞ്ഞിട്ട് പല പണ്ഡിതന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ചൈനയിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അവിടെ നിന്ന് അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷേ എന്താണ്, അവിടെ പോയിട്ടെങ്കിലും വിദ്യ തേടുക എന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതായാലും മഷ്ഹൂറാണ് ആ ഹദീസ്, ഇങ്ങനെ അറിയപ്പെട്ട, ഇങ്ങനെ ആളുകൾക്കിടയിലൊരു ഭാഷ പോലെ, ഇങ്ങനെ നാടൻ ഭാഷ അങ്ങനെ പോലെ ഇങ്ങനെ കറങ്ങും. പ്രവാചകനിൽ നിന്നും വന്നതാണോ എന്ന് ഉറപ്പില്ല. ലഈഫാണ്, ഹദീസ് ലഈഫാണ്, അതിൻ്റെ പിന്നെ പരമ്പര മുറിക്കപ്പെട്ടതാണ്. അപ്പം ഏതായാലും നമ്മൾ പഠിക്കണം. നമ്മൾ പഠനത്തിന് വേണ്ടി നമ്മൾ പിന്നെ സമയം കണ്ടെത്തണം, മാറ്റിവെക്കണം. കഴിയുന്ന അത്ര പഠിക്കണം, വായിക്കണം. അതിനൊക്കെ നമുക്ക് പിന്നെ സമയമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമയം ഉണ്ടാവില്ല. ജീവിതത്തിൽ അങ്ങനെ സമയം ഉണ്ടാവില്ല. എത്ര ആളുകളാണ് വെറുതെ സമയം നശിപ്പിച്ച് കളയുന്നത്. ഒന്നെടുത്ത് ഒരു വിഷയം എടുത്ത് ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് അതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ വിജ്ഞാനം അന്വേഷിക്കുന്ന, പഠിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാം അല്ലാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെ ആകമാനം അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു അവരുടെ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു ഒരു മോചനം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും പലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾ നൂറ്റാണ്ടുകളായി അവർ വിഷമതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു സമാധാനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിന് ശാശ്വതമായ ഒരു സമാധാനം നൽകി ആ നാടിനെ മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി പല ആളുകളും സഹായിക്കുന്ന, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ സഹായിക്കുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു അവരെ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.